ഹലോ മക്കളെ, ഞാൻ നിങ്ങളുടെ അതുൽ സാർ. ടെല ക്ലാസ്സസിന്റെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എറർ എന്ന ഒരു ഷോർട്ട് വീഡിയോ ലെക്ചറിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മക്കളെ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ചാപ്റ്റർ ആണ്. എനിക്കറിയാം നിങ്ങളെല്ലാം വളരെ ആർജവത്തോടു കൂടി വളരെ എനർജറ്റിക് ആയിട്ട് പഠിക്കുന്ന ചാപ്റ്റർ ആയിരിക്കും യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജും കൂടുതലാണ്, പക്ഷേ കോണ്ടന്റ് വൈസ് വളരെ കുറച്ച് കോണ്ടന്റ് മാത്രമുള്ള ഒരു ചാപ്റ്റർ ആണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും മൂന്ന് ടോപ്പിക്ക് മാത്രമേ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ സ്ഥിരമായി ക്വസ്റ്റ്യൻ ചോദിക്കത്തുള്ളൂ. ഒന്ന് പറയുന്നത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, അതുപോലെ റൗണ്ടിങ് ഓഫ്, എറേഴ്സ്, അതുപോലെ ഡയമെൻഷൻ അനാലിസിസ്. മറ്റൊരു ടോപ്പിക് ഉണ്ട്, അത് നമ്മളെ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സുമായി ബന്ധപ്പെട്ടതാണ്. വെർനിയർ കാലിപ്പറും സ്ക്രൂ ഗേജും പഠിക്കാനുണ്ട്. അത് നമ്മൾ എക്സ്പെരിമെന്റ് ടെക്നിക് എന്ന ഭാഗത്ത് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നതായിരിക്കും. സോ ബേസിക്കലി യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ NCERT ടെക്സ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട 3 ടോപ്പിക്കുകളാണ് അതിനകത്ത് കാണാൻ കഴിയുന്നത്. ഏതൊക്കെയാണ്? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, അതുപോലെ റൗണ്ടിങ് ഓഫ്, അതുപോലെയാണെങ്കിൽ എറേഴ്സ്, ഡയമെൻഷൻ അനാലിസിസ്. ഇതിൽ മിക്കപ്പോഴും കുട്ടികൾക്കാണെങ്കിൽ കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ടോപ്പിക് എന്ന് പറയുന്നത് എറേഴ്സ് ആയിരിക്കും. അതിന് പ്രധാന കാരണം നിങ്ങളുടെ NCERT സിലബസിലാണെങ്കിൽ, പ്രത്യേകിച്ചാണെങ്കിൽ +1 +2 പഠിച്ച സമയത്താണെങ്കിൽ നിങ്ങൾ എറേഴ്സിനെ പറ്റി അധികം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കാണുകയില്ല സ്കൂൾ ക്ലാസ്സുകളിൽ. അതുകൊണ്ട് നിങ്ങൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ബുദ്ധിമുട്ട് തോന്നാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കും കൂടെയാണ് എറേഴ്സ് എന്ന് പറയുന്നത്. സോ അത്തരം ആ ബുദ്ധിമുട്ടൊക്കെ എങ്ങനെ മറികടക്കാം, അത്തരം ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ, എറേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ തെറ്റുകൂടാതെ ആക്യുറേറ്റ് ആയിട്ട് സ്പീഡിൽ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും എന്നും നമുക്കിവിടെ നോക്കാം. സോ എറേഴ്സിനെ പറ്റി നമ്മൾ A to Z കാര്യമായിട്ട് ചർച്ച ചെയ്യാൻ പോവുകയാണ്. എറേഴ്സിന്റെ സകലമായ കോൺസെപ്റ്റുകളും ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. സോ മക്കളെ, നമുക്ക് പഠിച്ചു തുടങ്ങാം എറേഴ്സ്. സോ എന്താണ് മക്കളെ എറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നിങ്ങൾ പറയും സാർ തെറ്റുകളാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ മെഷർ ചെയ്യാൻ പോവുകയാണ്, നമ്മൾ എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ പോവുകയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ നീളം മെഷർ ചെയ്യാൻ പോവുകയാണ്. സോ ഞാനാണെങ്കിൽ ഇവിടെ ഒരു നീളം മെഷർ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഈ മെഷർ നീളമാണ് ഒരു 3.6 സെൻറ്റിമീറ്റർ. ഞാൻ ഈ നീളമാണ് മെഷർ ചെയ്തത്. അപ്പോൾ എനിക്ക് ഉറപ്പായിട്ടും അറിയാം ഈ 3 എന്ന് പറഞ്ഞൊരു സർട്ടൺ വാല്യൂ ആണ്. ഇതെനിക്ക് ഉറപ്പാണ് ഈ 3 എന്ന വാല്യൂ. പക്ഷേ ഈ 6നെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അൺസർട്ടൺ ആണ്. അതായത് എനിക്ക് അത്ര ഉറപ്പില്ല, 6 തന്നെയാണോ എനിക്ക് ഉറപ്പില്ല. നിങ്ങൾ ഏത് മെഷർമെന്റ് എടുത്തു കഴിഞ്ഞാലും ഇതിൽ സർട്ടൺ ഫിഗറും കാണും, അൺസർട്ടൺ ഡിജിറ്റ്സും കാണും. അൺസർട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അത്ര ഉറപ്പില്ല. ഫോർ എക്സാമ്പിൾ, വേറൊരുത്തന് മെഷർ ചെയ്യുമ്പോൾ അവൻ പറയും അല്ല 3.7 ആണെന്ന് പറയാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മറ്റൊരുത്തം മെഷർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വീണ്ടും മെഷർ ചെയ്യുമ്പോൾ അത് 3.5 എന്ന് പറയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കിടക്കുന്ന നമ്പേഴ്സ് എന്താണ് മക്കളെ? അത് അൺസർട്ടൺ ആണ്. അത് എപ്പോഴാണെങ്കിലും ചേഞ്ച് ചെയ്യാൻ കഴിയും. പക്ഷെ ഇതെന്താണ്? സർട്ടൺ ആണ്. അങ്ങനെയെങ്കിൽ പറഞ്ഞേ, ഈ 2 ഭാഗങ്ങളിൽ ഒരു മെഷർമെന്റ് എടുക്കുമ്പോൾ അതിൽ 2 ഭാഗങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. കുറച്ച് ഭാഗം എന്താണ്? സർട്ടൺ ആണ്, അത് തെറ്റുണ്ടാവാനുള്ള സാധ്യതയില്ല. പക്ഷേ മറ്റു ചില ഭാഗങ്ങൾ എന്തുണ്ടാവാനുള്ള സാധ്യതയുണ്ട്? തെറ്റുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതെന്താണ്? അൺസർട്ടൺ ആണ്. അങ്ങനെയെങ്കിൽ ഈ അൺസർട്ടൺ ഭാഗത്താണെങ്കിൽ ആര് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പറയും ഞാൻ? തെറ്റുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇവിടെയാണ് തെറ്റുകൾ ഒളിച്ചു വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? എന്തോ കാരണവശാൽ തെറ്റുകൾ സംഭവിച്ച ഭാഗം ഏതാണ്? ഈ ഭാഗമാണ്. ഇതാണ് അൺസർട്ടൺ ഭാഗം. ഇവിടെ അൺസർട്ടനിറ്റി ഉണ്ട്, ഇവിടെ തെറ്റുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അത്തരം തെറ്റുകളെ പ്രധാനമായിട്ട് നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. സോ തെറ്റുകളെ പ്രധാനമായിട്ട് നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അത് ഏതൊക്കെയാണ് മക്കളെ? നിങ്ങൾ പറയും സാർ ഞങ്ങൾക്ക് അറിയാം, അത് സിസ്റ്റമാറ്റിക് എററും റാൻഡം എററുമാണ്. ഏതൊക്കെയാണ്? സിസ്റ്റമാറ്റിക് എററും റാൻഡം എററുമാണ്. അപ്പോൾ ഞാൻ ചോദിക്കും മക്കളെ, എന്താണ് സിസ്റ്റമാറ്റിക് എറർ? അപ്പോൾ നിങ്ങൾ പറയും സാർ സിസ്റ്റമാറ്റിക് എറർ എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട്, സിസ്റ്റമാറ്റിക് ആണ്. എനിക്കറിയാം ഈ തെറ്റ് എങ്ങനെയാണ് മെഷർമെന്റിൽ കടന്നു കൂടിയതെന്ന് എനിക്കറിയാം. സോ എന്ത് കാരണം കൊണ്ടാണ് ഈ തെറ്റ് എൻ്റെ മെഷർമെന്റിൽ സംഭവിച്ചതെന്ന് എനിക്ക് അറിയാൻ കഴിയും. അങ്ങനെയെങ്കിൽ അത്തരം തെറ്റുകളെ വിളിക്കുന്ന പേരാണ് സിസ്റ്റമാറ്റിക് എറർ. വി നോ ഹൗ ദിസ് എറർ ഈസ് ഹാപ്പനിങ് ഇൻ അവർ മെഷർമെന്റ്. നമ്മുടെ മെഷർമെന്റിൽ എങ്ങനെയാണ് ഈ തെറ്റ് കടന്നുകൂടിയെന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ അത്തരം തെറ്റുകളെ വിളിക്കുന്ന പേരാണ് സിസ്റ്റമാറ്റിക് എറർ. റാൻഡം എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? റാൻഡം, നമുക്കറിയില്ല എങ്ങനെയാ ഈ തെറ്റ് നമ്മുടെ മെഷർമെന്റിലേക്ക് വന്നു കയറിയത്, നമുക്കറിയില്ല. അങ്ങനെയെങ്കിൽ അത്തരം തെറ്റിനെ വിളിക്കുന്ന പേരാണ് റാൻഡം എറർ. സോ റാൻഡം എറർ എന്ന് പറഞ്ഞാൽ വി ഡോണ്ട് നോ ഹൗ ദിസ് എറർ ഈസ് ഹാപ്പനിങ് ഇൻ അവർ മെഷർമെന്റ്. ഇത് എങ്ങനെ കടന്നുകൂടി, ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, ഇത് എങ്ങനെ വന്നെന്ന് അറിയുന്നില്ല. അങ്ങനെയെങ്കിൽ അത്തരം തെറ്റുകളെ വിളിക്കുന്ന പേരാണ് റാൻഡം എറേഴ്സ്.
സിസ്റ്റമാറ്റിക് എററിനെ നമുക്ക് പരിഹരിക്കാൻ കഴിയും. കാരണം ഇത്തരം തെറ്റുകൾ എൻ്റെ മെഷർമെന്റിൽ എങ്ങനെയാണ് കടന്നുകൂടിയെന്ന് എനിക്ക് അറിയാം. അതുകൊണ്ട് അതിനെ പരിഹരിക്കാൻ കഴിയും. റാൻഡം എററിനെ എനിക്ക് പരിഹരിക്കാൻ കഴിയില്ല. കാരണം ഈ തെറ്റുകൾ എൻ്റെ ഈ മെഷർമെന്റിൽ എങ്ങനെയാണ് കടന്നുകൂടിയെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് അതിനെ പരിഹരിക്കാനും കഴിയില്ല. സോ ചെയ്യാൻ കഴിയുന്ന മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ റാൻഡം എററിനെ പരിഹരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അതിനെയാണെങ്കിൽ വീണ്ടും 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 എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുക, വീണ്ടും എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുക, മെഷർമെന്റ് എടുക്കുക. ഫോർ എക്സാമ്പിൾ, ഞാൻ മെഷർമെന്റ് എടുത്തു 3.6 സെന്റിമീറ്റർ, വീണ്ടും മെഷർമെന്റ് എടുത്തു ഞാൻ ആദ്യം മെഷർമെന്റ് എടുത്തു A1 3.6 സെന്റിമീറ്റർ, ഞാൻ വീണ്ടും മെഷർമെന്റ് എടുക്കുന്നു A2 which is equal to 3 എനിക്ക് കിട്ടിയപ്പോൾ 3.5 സെന്റിമീറ്റർ കിട്ടി. ഞാൻ വീണ്ടും മെഷർമെന്റ് എടുക്കണം. ഞാൻ വീണ്ടും മെഷർമെന്റ് എടുത്തപ്പോൾ 3.4 സെന്റിമീറ്റർ കിട്ടി. പിന്നീട് വീണ്ടും മെഷർമെന്റ് എടുത്തപ്പോൾ എനിക്ക് കിട്ടി 3.8 സെന്റിമീറ്റർ കിട്ടി. സോ എനിക്ക് വ്യത്യസ്ത രീതിയിൽ മെഷർമെന്റ് എടുത്തപ്പോൾ, അല്ലെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും മെഷർമെന്റ് ആവർത്തിച്ചപ്പോൾ എനിക്ക് ഉറപ്പായിട്ട് എനിക്കറിയാം ഈ അൺസർട്ടൺ ഭാഗമാണ്, അവിടെ തെറ്റ് കടന്നു കൂടിയിട്ടുണ്ട്. സോ എനിക്ക് അറിയില്ല ഈ തെറ്റെങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ എങ്ങനെ പരിഹരിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ എന്തുമാത്രം തവണ മെഷർമെന്റ് റിപ്പീറ്റ് ചെയ്യാമോ അത്രയും തവണ മെഷർമെന്റ് റിപ്പീറ്റ് ചെയ്യണം. അതിനുശേഷം ഈ മെഷർമെന്റിന്റെ എല്ലാം ആവറേജ് എടുക്കണം. സോ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബാർ എന്ന് സൂചിപ്പിക്കും. ഇത് കണ്ട് ഈ വര കണ്ടാൽ നിങ്ങൾ പറയണം ആവറേജ് ആണ്. ആരുടെ ആവറേജ് ആണ്? എല്ലാ എകളുടെയും ആവറേജ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ആവറേജ് വാല്യൂ. ആരുടെയാണ്? മെഷർമെന്റിന്റെ എല്ലാം ആവറേജ് വാല്യൂ. ഇതിന് മറ്റൊരു പേരുണ്ട്, ട്രൂ വാല്യൂ. ഇത് വിളിക്കും ട്രൂ വാല്യൂ. സോ ട്രൂ വാല്യൂ നമ്മൾ അതിനെ സൂചിപ്പിക്കുന്ന അക്ഷരം എ എന്ന് എഴുതി ഒരു വര ഇടും. എ ബാർ വിച്ച് ഈസ് ഈക്വൽ ടു, എങ്ങനെ കണ്ടുപിടിക്കുന്നേ? എല്ലാ എകളുടെയും A1 A2 അങ്ങനെയുള്ള എല്ലാ എകളുടെയും A4 വരെയുള്ള എല്ലാ എകളുടെയും ആവറേജ് കണ്ടുപിടിക്കണം. എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എല്ലാം ആഡ് ചെയ്തിട്ട് അതിന്റെ നമ്പർ കൊണ്ട് എത്ര എണ്ണം ഉണ്ടോ ആ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടും ട്രൂ വാല്യൂ. ഇനിയാണെങ്കിൽ ഇതാണ് കൃത്യമായ വാല്യൂ എങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ ആൾക്കാരിലും തെറ്റില്ലേ? അങ്ങനെയെങ്കിൽ ഈ ഓരോ ആൾക്കാരും തെറ്റുണ്ട്. ഞാൻ എക്സാമ്പിൾ പറയുകയാണ്. എനിക്ക് ഇതിന് ആൻസർ കിട്ടിയത് 3.6 ആൻസർ കിട്ടി. 3.6 സെന്റിമീറ്റർ ആൻസർ കിട്ടി. ഓക്കെ, ഇതിന് ആൻസർ ഇങ്ങനെ കരുതിക്കും. 3.6 സെന്റിമീറ്റർ ആണ് എനിക്ക് കിട്ടിയ ആൻസർ എന്ന് കരുതിക്കും. 3.6 സെന്റിമീറ്റർ ആണ് കറക്റ്റ് വാല്യൂ എങ്കിൽ ഞാൻ അസ്യൂം ചെയ്യുകയാണ് ഇതാണ് കറക്റ്റ് വാല്യൂ എങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ വാല്യൂസിലും തെറ്റില്ലേ? ഈ പറഞ്ഞിരിക്കുന്ന ഓരോ റീഡിങ്സിലും തെറ്റില്ലേ? ഉണ്ട്. ഇവിടെ എത്ര തെറ്റുണ്ട്? നിങ്ങൾ പറയും ഇവിടെ തെറ്റില്ല സാർ. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? നോക്ക്, ഇവന്റെ തെറ്റ്, ഓരോ മെഷർമെന്റിലെയും തെറ്റ്, അതിനെ വിളിക്കുന്ന പേരാണ് ആബ്സല്യൂട്ട് എറർ. അതിനെ സൂചിപ്പിക്കുന്ന അക്ഷരമാണ് ഡെൽറ്റ എ. ഫസ്റ്റ് ആളായുണ്ട് ഡെൽറ്റ A1 which is equal to 3.6. ഇതാണ് കറക്റ്റ് വാല്യൂ, ഇതാണ് നമുക്ക് മെഷർ ചെയ്ത വാല്യൂ. സോ 3.6 മൈനസ് 3.6 എത്ര കിട്ടും മക്കളെ? 0 എന്ന് കിട്ടും. ഇനിയാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, അടുത്തവും പറഞ്ഞു ഇവിടെ നമുക്ക് വിചാരിച്ചു 3.7 എന്ന് കരുതിക്കും. 3.7 എന്ന് കരുതി, ചുമ്മാ കരുതിയോ? 3.7 എന്ന് കരുതിക്കും. 3.6 ആണ് കറക്റ്റ് വാല്യൂ. നോക്കണേ, 3.6 ആണ് കറക്റ്റ് വാല്യൂ. ഒരുത്തൻ പറഞ്ഞു 3.7 എന്ന് പറഞ്ഞു, മറ്റൊരുത്തൻ പറഞ്ഞു 3.5 എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞേ, ഇതിൽ ആര് പറഞ്ഞതാണ് കൂടുതൽ ശരിയായ വാല്യൂ? 3.6 ആണോ, 3.5 ആണോ, 3.7 ആണോ? ഏറ്റവും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് പറഞ്ഞത് ആരാണ്? 3.6 ആണ് കറക്റ്റ് വാല്യൂ എങ്കിൽ ഇതിൽ ആര് പറഞ്ഞതാണ് കൂടുതൽ ശരി? 3.5 പറഞ്ഞതാണോ 3.7 എന്ന് പറഞ്ഞവനാണോ കൂടുതൽ ശരി എന്ന് പറയുന്നത്? അപ്പോൾ നിങ്ങൾ പറയും സാർ അങ്ങനെ പറയാൻ കഴിയില്ല, ഇവിടെയാണെങ്കിൽ ഒരു 0.1ന്റെ കുറവുണ്ട്, പക്ഷേ ഇവിടെ ഒരു 0.1 കൂടുതലുമാണ്. സോ 0.1 ആണ് തെറ്റ്, ഇവിടെ കുറവും കൂടുതലും പറയാൻ കഴിയില്ല. 0.1 തെറ്റുണ്ടായി, രണ്ടുപേർക്കും ഒരേപോലെ തെറ്റുണ്ടായി. ഒരാൾക്ക് മൈനസ് തെറ്റാണ് ഉണ്ടായതെങ്കിൽ അടുത്ത ആൾക്ക് പ്ലസ് തെറ്റുണ്ടായി, പക്ഷെ വാല്യൂ സെയിം ആണ്. ഞാൻ പറയും രണ്ടുപേർക്കും ഒരേപോലെയാണ് തെറ്റുണ്ടായെന്ന് പറയും. അതായത് നമ്മൾ തെറ്റുകളിൽ പോസിറ്റീവ് നെഗറ്റീവും പറയാറില്ല, രണ്ടുപേർക്കും ഒരേപോലെ തെറ്റുണ്ടായി, അതുകൊണ്ട് നമ്മൾ മോഡുലസ് കൊണ്ട് സൂചിപ്പിക്കും. അങ്ങനെയെങ്കിൽ ഓരോ ആൾക്കാരുടെയും തെറ്റ് പറഞ്ഞുകൂടെ? ഓരോ ആൾക്കാരും ഡെൽറ്റ A2 പറയാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങളുടെ ഈ ട്രൂ വാല്യൂ കൊണ്ട് ആരെ സബ്ട്രാക്ട് ചെയ്യണം?
3.5 മെഷേർഡ് വാല്യൂവിന് സബ്ട്രാക്ട് ചെയ്യണം. മൈനസും പ്ലസിൻ്റെ ഒന്നും ആവശ്യമില്ല, 0.1 എന്ന് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അത്രയും എന്താണ് സെന്റിമീറ്റർ. സോ എന്ത് ചെയ്യും? ഇങ്ങനെ വാല്യൂസ് കിട്ടത്തില്ല മക്കളെ. ഇത് ഓരോ ആൾക്കാരുടെയും തെറ്റല്ലേടാ? ആണ്, ഇത് ഓരോ ആൾക്കാരുടെയും തെറ്റാണ്. ഇങ്ങനെ ഓരോ ആൾക്കാരുടെയും തെറ്റിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ആബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. മക്കളെ ഈ ആബ്സല്യൂട്ട് എററിന്റെ എല്ലാം ആവറേജ് കണ്ടുപിടിക്കാൻ കഴിയും. ആബ്സല്യൂട്ടിന്റെ ഓരോ ആൾക്കാരുടെയും തെറ്റുകളുടെ വിളിക്കുന്ന പേരെന്താണ്? ആബ്സല്യൂട്ട് എറർ. ഈ ആബ്സല്യൂട്ട് എററിന്റെ എല്ലാം ആവറേജ് കിട്ടും. അതിനെ വിളിക്കുന്ന പേരാണ് ആവറേജ്. ഡെൽറ്റ എകളുടെ എല്ലാം ആവറേജ്, അതിനെ വിളിക്കുന്ന പേരാണ് മീൻ ആവറേജ്. ആബ്സല്യൂട്ട് എറർ. സോ മീൻ ആബ്സല്യൂട്ട് എറർ എന്ന് വെച്ചാൽ എന്താണ്? ഓരോ മെഷർമെന്റിലെയും തെറ്റുകളെ വിളിക്കുന്ന പേരാണ് ആബ്സല്യൂട്ട് എറർ. അതിന്റെ എല്ലാം ആവറേജിനെ വിളിക്കുന്ന പേരാണ് ശരാശരി തെറ്റ്. ഇതെന്താണ്? ശരാശരി ശരിയായ വാല്യൂ ആണ്, ട്രൂ വാല്യൂ ആണ്. ഇതെന്താണ്? ശരാശരി തെറ്റാണ്. അങ്ങനെയെങ്കിൽ നമുക്കൊരു റേഷ്യോ പറയാം. ഇത്രയും മെഷർ ചെയ്തപ്പോൾ, ട്രൂ വാല്യൂ മെഷർ ചെയ്തപ്പോൾ എനിക്ക് ഇത്രയും തെറ്റുണ്ടായില്ലേടാ മക്കളെ? ഇത്രയും ശരാശരി തെറ്റുണ്ടായി. ഇതെന്റെ ശരാശരി ശരിയായ വാല്യൂ ആയിരുന്നു, ഇതെന്റെ ശരാശരി തെറ്റാണ്. തെറ്റുകളെല്ലാം ആവറേജ് ആണ് മക്കളെ. ഈ റേഷ്യോ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് എറർ. ഇത് വിളിക്കും റിലേറ്റീവ് എറർ എന്ന് വിളിക്കും. അതിനെ നിങ്ങൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ. റിലേറ്റീവ് എററിനെ നിങ്ങൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും പെർസെൻറ്റേജ് എറർ. കിട്ടും മക്കളെ പെർസെൻറ്റേജ് എറർ. ഓക്കെ ആണോ? സോ എന്താണ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷർമെന്റിലെ തെറ്റാണ്. അൺസൺ ഭാഗത്ത് തെറ്റുണ്ടാവാൻ സാധ്യതയുണ്ട്. അത്തരം തെറ്റുകളെ പ്രധാനമായി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: സിസ്റ്റമാറ്റിക് എററും റാൻഡം എററും. സിസ്റ്റമാറ്റിക് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെറ്റ് എങ്ങനെ ഉണ്ടായെന്ന് നമുക്കറിയാം, റാൻഡം എറർ എങ്ങനെ ഉണ്ടായെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ എല്ലാം ആവറേജ് എടുക്കും, അതിനെ ട്രൂ വാല്യൂ എന്ന് വിളിക്കും. ട്രൂ വാല്യൂ ആണ് കറക്റ്റ് വാല്യൂ എങ്കിൽ ഈ പറയുന്ന ഓരോ മെഷർമെന്റിലും തെറ്റുണ്ടായിരിക്കും. ആ തെറ്റുകളെ വിളിക്കുന്നവരാണ് ആബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. ആബ്സല്യൂട്ട് എററിന്റെ എല്ലാം ആവറേജിനെ വിളിക്കുന്നവരാണ് ശരാശരി തെറ്റ് അഥവാ മീൻ ആബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. മീൻ ആബ്സല്യൂട്ട് എറർ ഡിവൈഡ് ബൈ ട്രൂ വാല്യൂ വിളിക്കുന്ന പേരെന്താണ്? റിലേറ്റീവ് എറർ. റിലേറ്റീവ് എററിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, നമുക്ക് കിട്ടും പെർസെൻറ്റേജ് എറർ. ഓക്കെ ആണോ? സോ ഇത് വളരെ സിമ്പിളായ ഒരു ഭാഗമാണ് എറർ എന്ന് പറയുന്നത്. ഇനിയാണെങ്കിൽ എറർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇതിന്റെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം ചെയ്യേണ്ടി വരും. നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോവുകയാണ്. 2 ടീച്ചർ മെത്തേഡിൽ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണ് ഇതിന്റെ പ്രോബ്ലംസ് വരുന്നത്? എല്ലാ ടൈപ്പ് പ്രോബ്ലം ഇവിടെ ചെയ്ത് കാണിക്കും. സോ പ്രോബ്ലത്തേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്നും അത് എങ്ങനെയാണ് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തിച്ചേരുന്നതെന്നും. ഓക്കെ മക്കളെ, ശരി, നമുക്ക് പ്രോബ്ലത്തിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇന്റർവെൽസ് മെഷർഡ് ബൈ എ ക്ലോക്ക് ഗിവൺ ദ ഫോളോയിങ് റീഡിംഗ്സ് 1.25, 1.24, 1.27, 1.21 and 1.28 seconds. നോക്കൂ മക്കളെ, ഇവിടെയാണെങ്കിൽ ഇന്റർവെൽ മെഷർ ചെയ്യുകയാണ്. ക്ലോക്ക് വെച്ചാണെങ്കിൽ നമ്മൾ ഇന്റർവെൽ മെഷർ ചെയ്തു. ഒരു ടൈം ഇന്റർവെലാണ് മെഷർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ കുറേ റീഡിംഗ് കിട്ടി. 1, 2, 3, 4, 5 റീഡിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും മെഷർമെന്റ് റിപ്പീറ്റ് ചെയ്തതിന് വേണ്ടിയാണ്. റാൻഡം എററിനെ ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ മെഷർമെന്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അങ്ങനെയെങ്കിൽ എന്റെ മെഷർമെന്റ് ഉണ്ടായ പെർസെൻറ്റേജ് എറർ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. പെർസെൻറ്റേജ് റിലേറ്റീവ് എറർ, പെർസെൻറ്റേജ് എറർ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് എങ്ങനെ ചെയ്യാം? പറഞ്ഞു എങ്ങനെ ചെയ്യാം ആദ്യത്തെ ടീച്ചറെ? നമുക്ക് ഓൾറെഡി 5 വാല്യൂസ് തന്നിട്ടുണ്ട്. 5 തവണ നമ്മൾ നോക്കിയത് തന്നിട്ടുണ്ട്. 1.25 ഉണ്ട്, 1.24 ഉണ്ട്, 1.27, 1.21, 1.28 ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇതിന്റെ ഒരു മീൻ വാല്യൂ കണ്ടുപിടിക്കണം. ഇത്രയും റീഡിങ്സിന്റെ ഒരു മീൻ വാല്യൂ കണ്ടുപിടിക്കണം. ആ മീൻ വാല്യൂ വിളിക്കുന്ന പേരെന്താണ്? ട്രൂ വാല്യൂ. സോ ട്രൂ വാല്യൂ അഥവാ മീൻ വാല്യൂ കണ്ടുപിടിക്കണം. സോ ഞാൻ എഴുതാൻ പോവാണ്, മീൻ വാല്യൂ എഴുതാൻ പോവാണ്. മീൻ വാല്യൂ വിച്ച് ഈസ് ഈക്വൽ ടു എല്ലാം ആഡ് ചെയ്യണം, എന്നിട്ട് എണ്ണം കൊണ്ടിട്ട് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. സോ പറഞ്ഞേ 1.25 പ്ലസ് 1.24 പ്ലസ് 1.27 പ്ലസ് 1.21 പ്ലസ് 1.28 ഡിവൈഡഡ് ബൈ 5. ഡിവൈഡ് ബൈ 5. 5 ആൾക്കാരുണ്ട്, അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇനി ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6.25 എന്ന് കിട്ടും. ഓക്കെ, ഡിവൈഡ് ബൈ 5. അപ്പോൾ എത്ര കിട്ടും? 1.25. അപ്പോൾ നമുക്ക് എ മീൻ കിട്ടി, മീൻ വാല്യൂ കിട്ടി. എത്രയാ? 1.25 എന്ന് കിട്ടി. ശ്രദ്ധിക്കണം, ട്രൂ വാല്യൂടൊപ്പം എന്തുണ്ട്? നമ്മളുടെ യൂണിറ്റും ഉണ്ട്. അടുത്തെന്താണ്? അടുത്ത് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് നമുക്ക് ഇതാണ് കറക്റ്റ് വാല്യൂ എങ്കിൽ, ഇതാണ് നമ്മുടെ കറക്റ്റ് വാല്യൂ എങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ വാല്യൂവിലും എന്തുണ്ട് മക്കളെ? തെറ്റുണ്ട്. ആ തെറ്റിനെ വിളിക്കുന്ന പേരെന്താണ്?
അബ്സല്യൂട്ട് എറർ എന്ന് പറയും. അത്തരം തെറ്റിനെ വിളിക്കുന്ന പേരെന്താണ്? അബ്സല്യൂട്ട് എറർ. സോ എങ്ങനെയാണ് അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കുന്നത് ടീച്ചറെ? നമുക്കിപ്പോൾ കിട്ടിയ മീനിന്ന് ഓരോ മെഷേർഡ് വാല്യൂ കുറച്ചാൽ മതി. അപ്പോൾ ഓരോരുത്തരുടെയും എറർ നമുക്ക് കിട്ടും. അതിന് പോസിറ്റീവ് വാല്യൂ ഇല്ല, നെഗറ്റീവ് വാല്യൂ ഇല്ല, മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി. മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി. സോ ഒന്നാമത്തെ ആളുടെ തെറ്റ്, ഒന്നാമത്തെ മെഷർമെന്റ് തെറ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്മളുടെ വാല്യൂ എത്രയാണ്? 1.25. അതിൽ നിന്നുള്ള മെഷേർഡ് വാല്യൂ അതും 1.25 ആണ്. അപ്പൊ അവിടുത്തെ എറർ ഒന്നും ഇല്ല, അവിടെ എറർ ഒന്നുമില്ല, അവിടെ സീറോ എറർ ആണ്. ഓക്കെ, അടുത്ത ഇനി അടുത്ത മെഷർമെന്റിന്റെ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കണം. സോ ഡെൽറ്റ A2 കണ്ടുപിടിക്കണം. കണ്ടോ, ഇത് ഒരു ടൈം കൺസ്യൂമിംഗ് പ്രോസസ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് വേഗം ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേ ഉള്ളൂ, പിന്നെ അവർക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്ത് നമ്മളിപ്പോ പറയുന്നോണ്ടാണ് ഇതൊരു ടൈം മാറുന്നത്. കറക്റ്റ്. സെക്കൻഡ് മെഷേർഡ് വാല്യൂ എന്ന് പറയുമ്പോൾ 1.24. അപ്പോൾ 1.24 അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 0.01 ആൻസർ കിട്ടും. ഇനി മൂന്നാമത്തെ അബ്സല്യൂട്ട് എറർ ഡെൽറ്റ A3 1.25, മറ്റേത് എത്ര? 1.27 ആണ് അവിടുത്തെ മെഷേർഡ് വാല്യൂ. 0.02. ഡെൽറ്റ A4 എടുക്കുമ്പോൾ സെയിം ഇതുപോലെ 1.25 നമ്മൾ എത്ര കുറയ്ക്കണം? 1.21 കുറയ്ക്കണം. അപ്പം നമുക്ക് എത്ര കിട്ടും? 0.04 സെക്കൻഡ് എന്ന് കിട്ടും. ഇനി അടുത്ത ആകുമ്പോൾ നമുക്ക് ഡെൽറ്റ A5 എടുക്കുമ്പോൾ നമ്മുടെ വാല്യൂ എത്രയാണ്? 1.25. അതിൽ നിന്ന് മെഷേർഡ് വാല്യൂ ആയിട്ടുള്ള 1.28 കുറയ്ക്കണം. അപ്പം നമുക്ക് 0.03 എന്ന് എടുത്താൽ. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കൂ, സൈൻ ഒന്നും എടുക്കത്തില്ല. സോ നമുക്ക് ഓരോ ആൾക്കാരുടെയും എന്ത് കണ്ടുപിടിച്ചു? നമ്മൾ തെറ്റ് കണ്ടുപിടിച്ചു അല്ലേ? ഓരോ ആൾക്കാരുടെയും തെറ്റ് കണ്ടുപിടിച്ചു. ഇനി അങ്ങനെയെങ്കിൽ നമുക്ക് ശരാശരി തെറ്റ് കണ്ടുപിടിക്കാമല്ലോ. ഡെൽറ്റ A മീൻ എടുക്കും. നമ്മുടെ തെറ്റിന്റെ ആവറേജ് വാല്യൂ നമുക്ക് എടുക്കണം. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടും. എത്രയുണ്ട്? 0 പ്ലസ് 0.01 പ്ലസ് 0.02 പ്ലസ് 0.04 പ്ലസ് 0.03 ഡിവൈഡഡ് ബൈ എത്ര പേരുണ്ട്? 5. അപ്പോൾ ഡിവൈഡ് ബൈ 5. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.1 എന്ന് കിട്ടും. 0.1 ഡിവൈഡഡ് ബൈ 5. ഇതാണ് നമ്മുടെ ഡെൽറ്റ A മീൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശരാശരി തെറ്റിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം, ബാർ ഇട്ട് എഴുതാം, ഇങ്ങനെ എഴുതാം. ഓക്കെ, സോ ഡെൽറ്റ A മീൻ കണ്ടുപിടിച്ചു. അതായത് ശരാശരി തെറ്റ് കണ്ടുപിടിക്കുന്നു. മീൻ അബ്സല്യൂട്ട് എറർ, അബ്സല്യൂട്ട് എല്ലാം തെറ്റ് കണ്ടുപിടിച്ചു. അതിനുശേഷം എന്ത് ചെയ്യണം? റിലേറ്റീവ് കണ്ടുപിടിക്കാൻ കഴിയും. നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ള പെർസെന്റേജ് റിലേറ്റീവ് എറർ ആണ്. അപ്പൊ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ കണ്ടുപിടിക്കാം. റിലേറ്റീവ് എററിന്റെ കൂടെ ഒരു 100 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ പെർസെന്റേജ് റിലേറ്റീവ് എറർ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മുടെ ഇക്വേഷൻ നമുക്ക് എഴുതാം. ഡെൽറ്റ A മീൻ ഡിവൈഡഡ് ബൈ A മീൻ ഇൻറ്റു 100. ഇവിടെ ഇപ്പൊ റിലേറ്റീവ് എറർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 100 മൾട്ടിപ്ലൈ ചെയ്യത്തില്ല. പെർസെന്റേജ് ചോദിച്ചുകൊണ്ട് 100 മൾട്ടിപ്ലൈ ചെയ്യും. ഇനി ഡെൽറ്റ A മീൻ എന്ന് പറയുമ്പോൾ എത്രയാ? 0.1 ഡിവൈഡഡ് ബൈ 5 ഡിവൈഡഡ് ബൈ ആരുണ്ട്? 1.25. അപ്പൊ ഇൻറ്റു 1.25 ഇൻറ്റു 100. നമുക്ക് ഇത് ചെയ്യുമ്പോൾ മനസ്സിലാവും. 0.1 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ എത്രയാ? 10 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 1.25 6.25. ഇനി നമ്മൾ ചെയ്ത് നോക്കേണ്ട ആവശ്യം കൂടി ഇല്ല. നമുക്കറിയാം 10/6.2 ഏകദേശം ആണെങ്കിൽ 1.6 എന്ന് കിട്ടും അല്ലേ? 1.6% ആൻസർ കിട്ടും. കാര്യം 10 ഡിവൈഡ് ബൈ 6 എന്നാണ്. നമുക്കറിയാം 1 ആണ് ആദ്യം വരുന്നത്. സോ 1 something വരുന്നത് എത്ര ഉണ്ട്? ഒരു ആൻസറേ ഉള്ളൂ. അപ്പൊ നമുക്ക് അതിക്കുള്ള 1.2 എന്നോ കിടപ്പുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചെയ്ത് നോക്കേണ്ടി വരും. ഓക്കെ, ശരി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഇത് നമ്മുടെ എറേഴ്സിന്റെ ഒരു ബേസ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള അബ്സല്യൂട്ട് എററും ജസ്റ്റ് വേറെ ഒന്നും ഇല്ലാതെ അത് വെച്ച് കാൽക്കുലേഷൻ മാത്രമേ ഇച്ചിരി ഉള്ളൂ. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ, ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ദ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം ഇൻ ദ എക്സ്പെരിമെന്റ് ഈസ് റെക്കോർഡഡ് ആസ് 2.63 സെക്കൻഡ്, 2.56 സെക്കൻഡ്, 2.42 സെക്കൻഡ്സ്, 2.71 സെക്കൻഡ് ആൻഡ് 2.80 സെക്കൻഡ്. ഫൈൻഡ് ദ ആവറേജ് അബ്സല്യൂട്ട് എറർ. എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ ചെയ്ത സെയിം മോഡലാണ് അല്ലേ? പക്ഷെ അത്രയും ചെയ്യാനില്ല. നമുക്ക് നേരത്തെ എന്ത് കണ്ടുപിടിക്കണം? റിലേറ്റീവ് എറർ കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് അബ്സല്യൂട്ട് എററിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ മീൻ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിച്ചാലും മതി. അതായത് നമ്മുടെ ഓരോ തെറ്റുകളുടെയും ആവറേജ് എടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ നിങ്ങൾ എനിക്ക് തോന്നുന്നു വീഡിയോ പോസ് ചെയ്യണം, സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കണം. നേരത്തെ ചെയ്ത സെയിം മോഡൽ ക്വസ്റ്റ്യൻ മക്കളെ സ്വന്തമായി ചെയ്യാൻ നോക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് അവർക്ക് ഈ ഒരു കൺസെപ്റ്റ് തന്നെ ക്ലിയർ ആകും. കാരണം രണ്ട് അതേ മോഡലുള്ള ക്വസ്റ്റ്യൻസ് തരാം. നമുക്ക് എന്തായാലും ചെയ്യാം. ശരി, നമുക്ക് എന്തായാലും ചെയ്യാം. സോ ബേസിക്കലി നമുക്കാണെങ്കിൽ ട്രൂ വാല്യൂ കണ്ടുപിടിക്കണം. ശരിയാണോ? കുറേ മെഷർമെന്റ് ഉണ്ട്. ആ കുറേ മെഷർമെന്റ് തന്നു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? അതിന്റെ മീൻ വാല്യൂ അഥവാ ട്രൂ വാല്യൂ കണ്ടുപിടിക്കണം. സോ A മീൻ ആണ് ആദ്യമേ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് A മീൻ എഴുതാം, അല്ലെങ്കിൽ A ബാർ എന്ന് എഴുതാം, which is equal to ഓരോ മെഷർമെന്റും ആഡ് ചെയ്യണം, അവരുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം.
ഒന്ന് പറഞ്ഞു തരാമോ? 2.63 63 പ്ലസ് 2.56 56 പ്ലസ് 2.42 42 പ്ലസ് 2.71 71 പ്ലസ് 2.8 ഓക്കെ ഡിവൈഡഡ് ബൈ 5 പേരുണ്ട് അപ്പോൾ 5 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇതെല്ലാം കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? 13.12 എന്ന് കിട്ടും. അതായത് 13.12 ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടും. അപ്പൊ നമുക്കിത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2.624 സെക്കൻഡ് എന്ന് കിട്ടും. ഇനി നോക്കണം മക്കളെ, 2.624 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയാണെങ്കിൽ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനങ്ങളുണ്ട്? 3 സ്ഥാനങ്ങളുണ്ട്. നമുക്കറിയാം ഈ മെഷർമെന്റിലുണ്ടായ പ്രിസിഷൻ എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ഈ ഇൻസ്ട്രുമെന്റിലുണ്ടായ പ്രിസിഷൻ എന്ന് പറയുന്നത് പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം മാത്രമേ ഈ വാച്ചിന് തരാൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് ഒരിക്കലും ആവറേജ് ചെയ്യുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം തരാൻ കഴിയുന്ന ഒരു വാച്ച് ഉണ്ടാക്കാൻ കഴിയത്തില്ല. അതായത് എത്രയാണോ നിങ്ങളുടെ ഇൻസ്ട്രുമെന്റ് പ്രിസിഷൻ അത്രയും മാത്രമേ ആൻസറിലും പ്രിസിഷൻ കാണാവൂ, കൃത്യത കാണാവൂ. അതായത് ഇവിടെ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ടോ അത്രയും സ്ഥാനം ഉണ്ടാവാൻ പാടുള്ളൂ. അതായത് നമ്മൾ ഇതിനെ റൗണ്ട് ഓഫ് ചെയ്ത് 2-ലാക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 2.8 എന്നല്ല 2.80 എന്ന് എഴുതിയത്. കാരണം എന്താണ്, അവിടെ പറഞ്ഞു തന്നിട്ടുണ്ട് അടുത്തൊരു സ്ഥാനം കൂടെ 0 ആണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ അവസാനം കിടക്കുന്ന ഡിജിറ്റിനെ വേണ്ട, എനിക്ക് പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം മതി. അപ്പം ഈ അവസാനം കിടന്ന ഡിജിറ്റ് 5-നേക്കാളും കുറവായതുകൊണ്ട് നമുക്ക് വെറുതെ എന്ത് ചെയ്യാം? അതിനെ ക്യാൻസൽ ചെയ്ത്. ഇത് ഇൻ കേസ് 5-നേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ എന്ത് ചെയ്യണം? ഒരു 1 കൊണ്ട് ആഡ് ചെയ്യേണ്ടി വരും. അപ്പം 2.62 സെക്കൻഡ് ആണ് എന്റെ ട്രൂ വാല്യൂ. മക്കളെ, ഇത് ട്രൂ വാല്യൂ ആണെങ്കിൽ ഈ പറയുന്ന ഓരോ മെഷർമെന്റിൽ എന്തുണ്ട്? തെറ്റുകളുണ്ട്. അങ്ങനെയെങ്കിൽ ആ തെറ്റുകൾ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് എറർ. അപ്പോൾ ഓരോരുത്തർ ഇത് അബ്സല്യൂട്ട് എറർ നമുക്ക് കണ്ടുപിടിക്കുമെങ്കിലല്ലേ നമുക്ക് മീൻ വാല്യൂ എടുക്കാൻ പറ്റും. അപ്പോൾ ഡെൽറ്റ A1 എടുത്ത ഫസ്റ്റ് വാല്യൂ എത്രയാ? 2.63. അതിൽ നിന്ന് ആരെ കുറയ്ക്കണോടാ? 2.62 കുറയ്ക്കണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? ഫസ്റ്റ് വാല്യൂവിന്റെ എറർ എന്ന് പറയുന്നത് 0.01 സെക്കൻഡ് എന്ന് കിട്ടും. ഇതൊക്കെ തിരിച്ചും മറിച്ചും ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇത് കുറയ്ക്കാൻ കഴിയും, അതുപോലെ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കാൻ കഴിയും. മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി. ഓക്കെ. ഇനി അടുത്ത ഡെൽറ്റ A2 എടുക്കുമ്പോഴോ നമുക്ക് ഇതിൽ നിന്ന്, അതായത് 2.62ൽ നിന്ന് ഏത് കുറയ്ക്കണം? 2.56 കുറയ്ക്കണം. അപ്പൊ എത്ര കിട്ടും? നമുക്ക് 0.06 സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി അടുത്ത എടുത്താലോ, ഡെൽറ്റ A3 എടുത്താൽ 2.62ൽ നിന്ന് ഏത് കുറയ്ക്കണം? 2.42 കുറയ്ക്കണം. 2.42 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? പറഞ്ഞേ, നമുക്ക് 0.2 സെക്കൻഡ് എന്ന് കിട്ടും. അടുത്തത് ഫോർത്തിന്റെ അടുത്ത് കണ്ടുപിടിക്കുമ്പോൾ ഡെൽറ്റ A4 ഈസ് ഈക്വൽ ടു 2.62ൽ നിന്ന് ഫോർത്ത് മെഷേർഡ് വാല്യൂ എത്രയാ? 2.7. അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.09 സെക്കൻഡ് എന്ന് കിട്ടും. അടുത്തത് നമ്മുടെ ലാസ്റ്റ് ഇതാണ് ഡെൽറ്റ A5. ഡെൽറ്റ A5 എടുക്കുമ്പോൾ 2.62ൽ നിന്ന് ലാസ്റ്റ് മെഷർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്താ? 2.80. അത് കുറയ്ക്കുമ്പോൾ നമുക്ക് 0.18 സെക്കൻഡ് എന്ന് കിട്ടും. അപ്പം നമുക്ക് ഓരോരുത്തരുടെ എന്ത് കിട്ടി? എറേഴ്സ് കിട്ടിക്കഴിഞ്ഞു. 0.01, 0.06, 0.2, 0.09, 0.18. ഇനി ഇതിന്റെ എല്ലാം ആവറേജ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് അബ്സല്യൂട്ട് എറർ കിട്ടും. അതേ ഉള്ളൂ നമുക്ക് കണ്ടുപിടിക്കാം. നേരത്തെ നമ്മൾ റിലേറ്റീവ് ഒക്കെ എടുക്കണമായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ അതിന്റെ ആവശ്യമില്ല. ഇതിന്റെ എല്ലാം ആവറേജ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ആവറേജ് കണ്ടുപിടിക്കുമ്പോൾ എത്ര ആൻസർ കിട്ടും? പറഞ്ഞേ. 0.01 ഓക്കെ പ്ലസ് 0.06 പ്ലസ് 0.2 പ്ലസ് 0.09 പ്ലസ് 0.2 ഓക്കെ പ്ലസ് 0.09 ഓക്കെ പ്ലസ് 0.18 ഡിവൈഡഡ് ബൈ എത്ര പേരാ ഉള്ളത്? 5 ഡിവൈഡഡ് ബൈ 5. ഓക്കെ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 0.54 ഡിവൈഡഡ് ബൈ 5. ചെയ്ത് നോക്കണം മക്കളെ. നമുക്ക് കിട്ടും 0.108. ഓക്കെ. സിമിലാരിറ്റി 0.108 നമ്മൾ എഴുതാൻ കഴിയില്ല. കാരണം എന്താണ്? പോയിന്റ് കഴിഞ്ഞ് വീണ്ടും പറയണം. പോയിന്റ് കഴിഞ്ഞ് ഇവിടെ എത്രയേ ഉള്ളൂ? 2 സ്ഥാനം മാത്രമേ പറയാൻ പാടുള്ളൂ. അതായത് ഈ 8നെ അവോയ്ഡ് ചെയ്യണം. എങ്ങനെ അവോയ്ഡ് ചെയ്യും? ഒന്നും കൂടെ ആഡ് ചെയ്യേണ്ടി വരും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 8 എന്ന് പറയുന്നത് എന്താ? 5-നേക്കാളും വലുതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ബിഫോർ ഡിജിറ്റിൽ എന്ത് ചെയ്യും? ഒന്ന് ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും 0.11 സെക്കൻഡ് എന്ന് കിട്ടും. സോ ആൻസർ 0.11 സെക്കൻഡ്. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ. ശരി മക്കളെ, ഇതുപോലുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് ഇനിയുണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. ആ വീഡിയോയിലാണെങ്കിൽ നമ്മൾ കൂടുതൽ എറേഴ്സിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.